കഥ മാപ്ര. നദീം റസാക്കിനെ കാണാനില്ലെന്ന വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു. അവൻ്റെ ഉമ്മയും ഭാര്യയും മകളും കരഞ്ഞു തളർന്നിട്ടുണ്ട്. ഫോണിൽ പോലും കിട്ടുന്നില്ലെന്ന് ഭാര്യ ഹർഷിത പരാതി പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഉമ്മ നിസ്കാരപ്പായയിൽ നിന്ന് എണീക്കാറില്ല. നിഹമോൾക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് അവൾ ഉമ്മയുടെയും വല്യമ്മയുടെയും മടിയിൽ കയറി മറിഞ്ഞു കളിച്ചു. ഉപ്പ ശ്വാസം കിട്ടാതെ നെഞ്ചു തടവി. വാർത്ത അറിഞ്ഞ് മാനേജ്മെന്റ് പ്രതിനിധികൾ നദീമിന്റെ വീട്ടിലെത്തി. കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന പ്രതിനിധി സംഘത്തിന്റെ ഫോട്ടോ ഔദ്യോഗികമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു. അവർക്ക് നടുവിൽ ചിരിച്ചു നിൽക്കുന്ന മാനേജർ തന്നെയാണ് അത് ആദ്യം പോസ്റ്റ് ചെയ്തത്. ഞങ്ങളുണ്ട് കൂടെ, പേടിക്കേണ്ട. ആരോ പറയുന്നുണ്ടായിരുന്നു, ഡൽഹിയിൽ MP ഇടപെടുന്നുണ്ട്, എന്തേലും വഴിയുണ്ടാക്കാം. ഹർഷിത ഒന്നും പറഞ്ഞില്ല. ഉമ്മയും. ഉപ്പ കട്ടിൽ നിന്ന് എണീക്കാൻ ഒരു ശ്രമം നടത്തി. മൂത്രക്കുഴലിലൂടെ ചോര കിനിഞ്ഞ് വേദനയുറ്റി. കൂട്ടുകാരുടെ കൂടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു നദീം റസാക്ക്. വഴിയിൽ പോലീസ് വണ്ടി തടഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് ഗോപിനാഥും അർജുനുമായിരുന്നു. രണ്ടാളും ദേശീയ പത്രങ്ങളുടെ റിപ്പോർട്ടർമാരാണ്. പ്രയാഗ് അഗർവാൾ എന്ന ഫോട്ടോഗ്രാഫറും കൂടെ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഒരു ആൾക്കൂട്ട ആക്രമണമായിരുന്നു സംഭവം. സംഗതിയുടെ വീഡിയോ ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു. ഗോപിനാഥിനും അർജുനും ഓഫീസിൽ നിന്ന് വിളിച്ച് ഷെഡ്യൂൾ ചെയ്തതാണ്. നദീം കൗതുകത്തിന് കൂടെ കൂടിയതായിരുന്നു. പ്രയാഗ് ഒരു ഇന്റർനാഷണൽ അവാർഡ് മോഹിച്ച് നടക്കുന്ന ഫോട്ടോഗ്രാഫറായതിനാൽ സ്വന്തം റിസ്കിൽ ഏത് ദുരിതത്തിലേക്കും എടുത്തു ചാടുന്ന അവിവേകിയാണ്. മറ്റാരുമില്ലെങ്കിലും നടന്നിട്ടാണെങ്കിൽ പോലും അയാൾ അവിടെ എത്തി ഫോട്ടോ എടുത്തിരിക്കും. ഒരു ടാക്സി കാറിലായിരുന്നു യാത്ര. സംഭവം പറഞ്ഞപ്പോൾ ഡ്രൈവർ നിസാർ അബ്ബ മടിച്ചു. എല്ലാവരും കൂടി എടുത്ത് അയാളെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം. കാറിന് മുന്നിൽ ജയ് ശ്രീറാം എന്ന സ്റ്റിക്കർ ഓണർ ഒട്ടിച്ചു വെച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അവർ ചിരിച്ചു. അത് ഓണർ ഒട്ടിച്ച സ്റ്റിക്കറൊന്നുമല്ല, ജീവനിൽ പേടിയുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഒട്ടിച്ചു വെച്ചതാണ്. അബ്ബക്ക് ചിരി വന്നില്ല. അത് ശരി, അപ്പോൾ നിങ്ങൾ മഞ്ചിന്റെ ആളാണല്ലേ? നദീമേ, അബ്ബ നമ്മുടെ പാർട്ടിയുടെ ആളാണ് കേട്ടോ. പ്രയാഗ് കളിയാക്കി. സീറ്റ് പൊന്തിച്ച് അബ്ബ ഒരു കവർ പുറത്തെടുത്തു. അതിൽ നിന്നൊരു കാവിഷാളെടുത്ത് തോളിലിട്ടു. ഒരു ചെറിയ ഡബ്ബ തുറന്ന് ചുവന്ന പൊടിയെടുത്ത് നീളത്തിലൊരു കുറിയും വരച്ചു. ഇതെന്ത് ഭ്രാന്താണെന്ന് മൂന്നാളും ചിരിച്ചു. അബ്ബയുടെ മുഖത്ത് ഭീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അബ്ബ പോലീസുകാർക്ക് മുന്നിൽ വിനയത്തോടെ കൈകൂപ്പി നിന്നു. അബിയോട് പോലീസുകാർ മാറി നിൽക്കാൻ പറഞ്ഞു. നാലാളെയും അടുത്തേക്ക് നിർത്തി പേര് ചോദിച്ചു. പത്രക്കാരാണെന്ന് പറഞ്ഞപ്പോൾ കാർഡ് കാണിക്കാൻ പറഞ്ഞു. ഏത് മീഡിയയാണെന്ന് ചോദിച്ചു. നദീമിന്റെ കാർഡ് പോലീസുകാർ തിരിച്ചും മറിച്ചും നോക്കി. ക്യാ ആപ് മുസൽമാൻ ഹെ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അവൻ എന്ന് തലയാട്ടി. യഹ് കോൻസാ ന്യൂസ് പേപ്പർ ഹെ, ജിഹാദിയോം കാ? പോലീസുകാരിലൊരാൾ ഉറക്കെ ചിരിച്ചു. കൂടെയുള്ളവരും ചിരിയിൽ കൂടി. കുറച്ചാളുകൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ വടിയും വാളും തോക്കുമെല്ലാം ഉള്ളതായി നദീമിന് തോന്നി. ചിലരുടെ ടീഷർട്ടിൽ യോഗിയുടെയും മോദിയുടെയും പടങ്ങളുണ്ട്. നദീമിന്റെ ഉള്ളിൽ ഭയത്തിന്റെ ആസിഡ് വീണു. ഗോപിനാഥിനെയും അർജുനെയും പ്രയാഗിനെയും പോലീസ് കടത്തിവിട്ടു. നദീമിനെ അവിടെ നിർത്തി. നിങ്ങൾ പോയി വരൂ, അയാൾ ഇവിടെ ഇരിക്കട്ടെ. അയാൾ അപകടകാരിയല്ല, ഞങ്ങൾ നിർബന്ധിച്ച് കൂടെ കൂട്ടിയതാണ്. അയാളെ ഞങ്ങളെ കൂടെ വിടൂ പ്ലീസ്. ഗോപിനാഥും അർജുനും പറഞ്ഞു നോക്കി. പോലീസുകാർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ടാക്സിയിൽ ആളെ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും. ഒരു പോലീസുകാരൻ അബ്ബയോട് പറഞ്ഞു. അയാൾക്ക് കൈകാലുകൾ വിറച്ചു. ഉള്ളിൽ ചോര കല്ലിച്ച അവസ്ഥ. ഒന്നും മിണ്ടാനാവാതെ അയാൾ ഷാളെടുത്ത് മുഖം തുടച്ചു. നദീം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി വരാം. പ്രയാഗ് ക്യാമറയുമായി വണ്ടിയിലേക്ക് കയറി. ബാക്കിയുള്ളവർക്കും വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം തിരിച്ചു വരാം, നീ ഇവിടെ ഇരിക്ക്. നദീമിന് അപ്പോൾ ഭയം തോന്നിയില്ല. വല്ലാത്തൊരു നിർവികാരതയായിരുന്നു ഉള്ളിൽ. ആക്രമണം നടന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും എല്ലാം ശാന്തമായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും തോന്നിയില്ല.
ചോദിക്കുന്നവരെല്ലാം ഒന്നും അറിയാത്ത മട്ടിലാണ് മറുപടി പറഞ്ഞത്. സംഭവം വല്ല പശുക്കടത്തോ ഇറച്ചി പ്രശ്നമോ എന്തെങ്കിലും ആയിരിക്കും. ദളിത് മുസ്ലിം യുവാക്കളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഒരു ഗ്രാമീണൻ ഭയത്തോടെ ശബ്ദം കുറച്ച് ഗോപിനാഥിനോട് പറഞ്ഞു. അതിനിടയിൽ 2-3 ആളുകൾ അബ്ബയുടെ അടുത്ത് വന്ന് പുഞ്ചിരിച്ച് കൈകൊടുത്തു. ഇതർ അബി സച്ച്മുച്ച് ക്യാ ഹുവാ, യേ സബ്കോ ഹമാരി ലോകോം ഹെ. ഒരു സവർണ യുവാവ് അവിടുത്തെ ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതാണത്രേ പ്രശ്നത്തിന്റെ തുടക്കം. ആ കുട്ടി കൊല്ലപ്പെട്ടു. അത് ചോദിക്കാൻ വന്ന ഒരു സവർണ യുവാവ് അവിടുത്തെ ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതാണത്രേ പ്രശ്നത്തിന്റെ തുടക്കം. ആ കുട്ടി കൊല്ലപ്പെട്ടു. അത് ചോദിക്കാൻ വന്ന പെൺകുട്ടിയുടെ അച്ഛനും സുഹൃത്തും യുവാവിനെ കയ്യേറ്റം ചെയ്തു. അപ്പോൾ നാട്ടുകാരിളകി. അബ്ബയുടെ ഉള്ളിൽ ഭീതി പൊള്ളിപ്പടർന്നു. തല കറങ്ങുന്ന പോലെ അയാൾക്ക് തോന്നി. അത് എന്തായാലും നന്നായി. അബ്ബ വിറക്കുന്ന ചുണ്ടുകളോടെ അയാളുടെ തോളിൽ തട്ടി. അർജുൻ വരുന്നത് കണ്ട് അയാൾ പിൻവലിഞ്ഞു. സാറേ, ഇവിടെ ഒരു പ്രശ്നവുമില്ല, എല്ലാം ഫേക്കാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്നത് എല്ലാം ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റുമോ? അയാൾ അർജുനോട് പറഞ്ഞു. അർജുൻ ചുണ്ടു വളച്ചൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. അപ്പോഴേക്കും പല ഭാഗത്തു നിന്നായി കുറച്ചാളുകൾ അവർക്കരികിലേക്ക് വന്നു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ആരും ഇവിടെ തിരിഞ്ഞു കളിക്കണ്ട. ഇതർ ജൽദീസെ നികൽ ജാവോ. അബ്ബ കാർ സ്റ്റാർട്ടാക്കി. ഗോപിനാഥും അർജുനും വണ്ടിയിൽ കയറി. പ്രയാഗ് കിതറെ. അർജുൻ ഫോൺ എടുത്ത് പ്രയാഗിനെ വിളിച്ചു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ ഇതെവിടെ പോയി? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. പറഞ്ഞത് കേട്ടില്ലേ? വേഗം സ്ഥലം വിടൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയാവും. ജൽദി ജാവോ. ആളുകൾ കാറിനടുത്ത് തടിച്ചുകൂടി. ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അയാളെ കാണാനില്ല. സ്വിച്ച് ഓഫാണെന്നറിഞ്ഞിട്ടും ഗോപിനാഥും വിളിച്ചു നോക്കി. 3 ആളുകളുടെയും ഉള്ളിൽ തീക്കാറ്റ് കയറി. പ്രയാഗിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാമെന്ന് തന്നെ അവർക്ക് തോന്നി. ഇനി എന്തു ചെയ്യുമെന്ന് പോലും ചോദിക്കാൻ അവർക്ക് പരസ്പരം കഴിഞ്ഞില്ല. അവൻ വന്നോളും, നിങ്ങൾ പോകാൻ നോക്കൂ. ഒരാൾ ഒച്ച വെച്ചു. ബാക്കിയുള്ളവരും ആ ഒച്ച ഏറ്റുപിടിച്ചപ്പോൾ അബ്ബ കാറ് മുന്നോട്ടെടുത്തു. അപ്പോൾ എവിടെ നിന്നെന്നറിയാതെ പ്രയാഗ് കാറിന് മുന്നിലേക്ക് വന്നു വീണു. അവന്റെ ഷർട്ട് കീറിയിരിക്കുന്നു. മുഖത്തും ശരീരത്തിലും ചോരപ്പാടുകൾ. കയ്യിൽ തകർന്ന ക്യാമറയുടെ ഭാഗങ്ങൾ. 2-3 മല്ലന്മാർ അവനെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്കിട്ടു. വേഗം പൊയ്ക്കോളൂ, ഇനി ഇങ്ങനെയുള്ള ആളുകളെയും കൂട്ടി ഈ വഴിക്ക് വന്നേക്കരുത്, അവർ അബ്ബയോടാണ് പറഞ്ഞത്. അബ്ബ ആക്സിലേറ്ററിൽ കാലമർത്തി. പ്രയാഗ് ആകെ തളർന്നിരുന്നു. അവന് സംസാരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അർജുൻ അവനെ താങ്ങി അവന്റെ മടിയിലേക്ക് കിടത്തി. ഗോപിനാഥ് സീറ്റിന്റെ ബേക്കിൽ നിന്ന് വെള്ളത്തിന്റെ ബോട്ടിലെടുത്ത് അവനെ കുടിപ്പിച്ചു. ടിഷ്യൂ പേപ്പർ എടുത്ത് വെള്ളം നനച്ച് അവന്റെ മുഖത്തെ ചോരയടയാളങ്ങൾ തുടച്ചു. പോലീസ് ചെക്ക് പോയിന്റിൽ തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരമായി. അർജുനും ഗോപിനാഥും ഇറങ്ങി പോലീസുകാരുടെ അടുത്തെത്തി. അവിടെ നദീമിനെ കാണാനില്ലായിരുന്നു. അവനെവിടെ? നിങ്ങൾ പോയ ഉടനെ തന്നെ അവൻ തിരിച്ചുപോയി എന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. അവനങ്ങനെ ഒറ്റയ്ക്ക് പോവില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ അവനെ എന്താണ് ചെയ്തത്? ഗോപിനാഥിന്റെ ശബ്ദം വിടറി. ഇവിടെ ശബ്ദം വെക്കാൻ പറ്റില്ല. കണ്ട ജിഹാദികൾക്ക് കാവൽ നിൽക്കലല്ല ഞങ്ങളുടെ പണി. അവൻ തിരിച്ചുപോയെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത്? ജൽദീസെ നികൽ ജാവോ. ഒരു കൊമ്പൻ മീശക്കാരൻ അലറി. നദീമിന്റെ ഫോണിലേക്ക് അർജുൻ വിളിച്ചു. പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത്. അവൻ പിന്നെയും വിളിച്ചു, കിട്ടുന്നില്ല. അവർക്ക് എന്തോ പന്തികേട് തോന്നി, പക്ഷേ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവർ കാറിലേക്ക് കയറുമ്പോൾ കുറച്ച് പോലീസുകാർ കാറിന് ചുറ്റും കൂടി. എവിടെയാ ഫോട്ടോഗ്രാഫർ? അവന്റെ ക്യാമറ ഞങ്ങൾക്ക് പരിശോധിക്കണം. ഒരു പോലീസുകാരൻ കാറിനുള്ളിലേക്ക് തലയിട്ടു. സാറേ, അവന്റെ ക്യാമറ അവർ തകർത്തു, അതിലിനി ഒന്നും പരിശോധിക്കാനില്ല. ബാഗ് തുറന്ന് ക്യാമറയുടെ തകർന്ന ഭാഗങ്ങൾ അർജുൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഒരാൾ വന്ന് അതിൽ ചില ഭാഗങ്ങൾ എടുത്തു നോക്കി. ഇസ്മേ കാർഡ് കിതർ ഹെ. അതൊക്കെ അവർ പിടിച്ചു വാങ്ങി. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പ്രയാഗിന് അനങ്ങാൻ കഴിയുമായിരുന്നില്ല. പ്രയാഗിന്റെ ശരീരം പരിശോധിക്കണമെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു. സാറേ, അവന്റെ അവസ്ഥ കണ്ടില്ലേ? എല്ലാം അവർ എടുത്തിട്ടുണ്ട്. അവനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ ജീവൻ പോലും ബാക്കി കിട്ടില്ല. അബ്ബ അവർക്കു നേരെ കൈകൂപ്പി. അയാളുടെ നെറ്റിയിലെ നീളൻ കുറി വിയർപ്പിൽ പടർന്നു. ഷാളുകൊണ്ട് അയാൾ ചങ്കിലെ വിയർപ്പ് തുടച്ചു. പോലീസുകാർ മാറി നിന്നു. അബ്ബ വണ്ടി മുന്നോട്ടെടുത്തു.
വഴിയിലുടനീളം അവർ നദീമിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രതികരണവുമില്ല. ഇടക്ക് ഒന്ന് ബെല്ലടിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. കഹാഗയ, അർജുന് കരച്ചിൽ വന്നു. അവനൊറ്റയ്ക്ക് പോരാൻ ഒരു സാധ്യതയുമില്ല. പോലീസുകാർ അവനെ എങ്ങോട്ടെങ്കിലും മാറ്റിയോ എന്നാണ് എൻ്റെ പേടി, ഗോപിനാഥ് പറഞ്ഞു. അബ്ബ ഇപ്പോഴാണ് ശരിക്കും ശ്വാസം വിട്ടത്. പിടിക്കപ്പെടുമെന്ന് തന്നെ അയാൾ ഓരോ നിമിഷവും പേടിച്ചിരുന്നു. പടച്ചോൻ കാത്തു. ഒരു കുപ്പിവെള്ളം മുഴുവൻ ഒറ്റ ഇറക്കിന് അയാൾ കുടിച്ചു. നദീമിനെ അവർ എന്തോ ചെയ്തിട്ടുണ്ടാവും. അബ്ബ പൊട്ടിക്കരഞ്ഞു. പ്രയാഗിന് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നി. കണ്ണ് തുറക്കുന്നില്ല. അടുത്ത് എവിടെയെങ്കിലും ആശുപത്രി ഉണ്ടോ? ഇവനെ വേഗം ഡോക്ടറുടെ അടുത്തെത്തിക്കണം, അല്ലെങ്കിൽ ഇവൻ ബാക്കിയുണ്ടാവില്ല. നെഞ്ചിടിപ്പോടെ അർജുൻ പറഞ്ഞു. അബ്ബ കാറിന്റെ സ്പീഡ് കൂട്ടി. 5 മാസത്തിലേറെ ശമ്പള കുടിശ്ശിക ഉണ്ടായിട്ടും പെരുന്നാളിന് പോലും ഒരു മാസത്തെ ശമ്പളമെങ്കിലും കിട്ടാതെ വന്നപ്പോഴാണ് നദീമും സഹപ്രവർത്തകരും പെരുന്നാൾ ദിനം പട്ടിണി സമരം നടത്താൻ തീരുമാനിക്കുന്നത്. നദീമാണ് മുന്നിൽ നിന്ന് സമരം നയിച്ചത്. അങ്ങനെയാണ് അവനെ അവിടേക്ക് സ്ഥലം മാറ്റുന്നത്. ഉപ്പ ഒരു ഭാഗം തളർന്ന് കിടപ്പിലാണ്. ഉമ്മക്കാണെങ്കിൽ അസുഖങ്ങൾ വിട്ടൊഴിഞ്ഞ നേരമില്ല. 2 സഹോദരിമാരെ കെട്ടിച്ചയച്ചതിൻ്റെ ബാധ്യതകൾ വേറെയും. ആകെ ശ്വാസം മുട്ടിയപ്പോഴാണ് സമരത്തിനിറങ്ങിയത്. സമാന പ്രശ്നങ്ങൾ പലർക്കുമുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ ചികിത്സ, കുട്ടികളുടെ പഠനം, വിവാഹം, ലോൺ, മറ്റു ബാധ്യതകൾ എല്ലാം താളം തെറ്റി. ജീവിതം വഴിമുട്ടിയ അവസ്ഥ തന്നെ. മിഡിൽ മാനേജ്മെന്റിനോ ഡയറക്ടർ ബോർഡിനോ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായി തോന്നിയിരുന്നില്ല. ശമ്പളം ചോദിക്കുന്നത് പോലും വലിയ കുറ്റകൃത്യമായി. PF വർഷങ്ങളായി അടച്ചിരുന്നില്ല. അത്യാവശ്യത്തിന് PF-ൽ നിന്ന് കുറച്ച് പൈസ പിൻവലിക്കാമെന്ന് വെച്ചാൽ പോലും നടക്കില്ല. മാനേജർമാരുടെ കയ്യും കാലും പിടിച്ച് കെഞ്ചി നോക്കി. ഡയറക്ടർമാരുടെ വീട്ടിൽ ചെന്ന് യാചിച്ചു നോക്കി. പക്ഷേ കമ്പനി നഷ്ടത്തിലാണെന്നും ഒരു നിവൃത്തിയുമില്ലെന്നായിരുന്നു എല്ലാവരുടെയും മറുപടി. കുറച്ചുകൂടെ ക്ഷമിക്കും, എല്ലാം ശരിയാവും, എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒന്നും ശരിയായില്ല. ഉപ്പയുടെ ചികിത്സ വഴിമുട്ടി. വീടിനുമേലുള്ള ലോൺ അടവ് തെറ്റി. കുട്ടികൾക്ക് ഒരു കൂട്ടം പുതിയത് വാങ്ങണമെന്ന ആഗ്രഹം പോലും നടന്നില്ല. നോക്കാം എന്ന് കേട്ട് എല്ലാവരും കാത്തുനിന്നു. നോമ്പും പെരുന്നാളും വന്നപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനമായിട്ട് പോലും പെരുന്നാളാണെന്ന പരിഗണന പോലും ഉണ്ടായില്ല. അങ്ങനെയാണ് ജീവനക്കാർ സമരത്തിനിറങ്ങാൻ നിർബന്ധിതരാവുന്നത്. മാനേജറാണ് സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നത്. നദീമിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ യൂണിയൻ പ്രതിനിധികൾ അയാളെ ബോധ്യപ്പെടുത്താൻ നോക്കിയതാണ്. അയാൾ ഒരു വളിഞ്ഞ ചിരി ചിരിക്കുക മാത്രം ചെയ്തു. സത്യത്തിൽ പെരുന്നാൾ ദിവസം സമരം നടത്തിയതായിരുന്നില്ല മാനേജറെ ചൊടിപ്പിച്ചത്. അവിടെ വരുന്ന വരുമാനവും ഇടയ്ക്കിടെ പത്രത്തിന്റെ പേരിൽ നടത്തുന്ന പിരിവിലൂടെ വരുന്ന പണവും എങ്ങോട്ടാണ് പോകുന്നതെന്ന് നദീം പരസ്യമായി ചോദിച്ചിരുന്നതാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് നയിച്ചതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. സമുദായത്തിന്റെ പൈസയല്ലേ, ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ലല്ലോ. എന്നാൽ ശമ്പളമെങ്കിലും തന്നൂടെ? ജീവനക്കാരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യണോ? നദീമിന് എന്തു പറ്റിയെന്നായിരുന്നു അർജുനും ഗോപിനാഥും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും നദീമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഹർഷിത പല പ്രാവശ്യം വിളിച്ചിട്ടും അർജുൻ ഫോൺ എടുക്കാൻ തോന്നിയില്ല. എന്താണ് അവളോട് പറയുക? നദീമിനെ സ്ഥലം മാറ്റിയിട്ട് 1 കൊല്ലമായിരിക്കുന്നു. നോമ്പുകാലം നാളെ തുടങ്ങുകയാണ്. അവസ്ഥകൾക്ക് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ശമ്പളം ഇപ്പോഴും 3-4 മാസം പെൻഡിംഗ് ആണ്. മറ്റു ആനുകൂല്യങ്ങളൊന്നും കിട്ടാറില്ല. റൂമിന്റെ വാടകയും ഭക്ഷണവുമായി വലിയ ഒരു സംഖ്യ ശമ്പളത്തിൽ നിന്ന് പോകും. ബാക്കി കിട്ടുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. ഒരു മാധ്യമ പ്രവർത്തകനാകേണ്ടി വന്നതിൽ അപമാനവും സങ്കടവും തോന്നിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. ലോണടക്കാൻ കഴിയാതെ വന്നപ്പോൾ വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി. ഉപ്പയുടെ ചികിത്സ തീർത്തും മുടങ്ങി. പാലിയേറ്റീവ് കെയർ ടീം ഇടയ്ക്ക് വീട്ടിൽ വന്ന് നോക്കുന്നുണ്ട്. ഉപ്പയുടെ അവസ്ഥ കാണുമ്പോൾ അവന് വല്ലാത്ത കുറ്റബോധം തോന്നും. തന്നോട് തന്നെ വെറുപ്പ് തോന്നും. എന്തിനിങ്ങനെ ഒരു അപമാന ജീവിതമെന്ന് വ്യസനിക്കും. മാനേജറും പറയുന്നത് അതാണ്, പറ്റില്ലേ രാജിവെച്ച് പൊയ്ക്കോളൂ എന്ന്. പ്രയാഗിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവന്റെ ഭാര്യയും അനിയനും അവിടെ എത്തിയിരുന്നു. വഴിയിൽ വെച്ച് ഓഫീസിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നു അർജുൻ. അവസ്ഥ കുറച്ച് സീരിയസ് ആണ്. ICUവിലാണ് ആളുള്ളത്.
അർജുനും ഗോപിനാഥും പിറ്റേന്ന് നദീമിന്റെ ഫോട്ടോ വെച്ചു തന്നെ പത്രത്തിൽ വാർത്ത എഴുതി, ദ മലയാളി ജേർണലിസ്റ്റ് ഈസ് മിസ്സിംഗ്. അങ്ങനെയാണ് സംഭവം പുറത്തറിയുന്നത്. ലോണടക്കാതെ വീട് വിൽക്കേണ്ടി വന്നതും വാടക വീട്ടിലെ വാടക കുടിശ്ശിക അടക്കാനാവാത്ത നദീമിന്റെ സങ്കടങ്ങളും ആരോ ഫേസ്ബുക്കിൽ എഴുതി. അത് വൈറലായി. വൈകുന്നേരം മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനം വിളിച്ചു. നദീമിന് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അവന് കൊടുക്കാനുള്ള 4 മാസത്തെ ശമ്പളമെങ്കിലും കൊടുക്കാമോ എന്ന് വാർത്താസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്ന നദീമിന്റെ സഹപ്രവർത്തകൻ ചോദിക്കാൻ ആഞ്ഞതാണ്. പിന്നെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഒരു സ്ഥലം മാറ്റം താങ്ങാനുള്ള ജീവിത സാഹചര്യമായിരുന്നില്ല അവനുണ്ടായിരുന്നത്. പ്രയാഗിന്റെ നില ഗുരുതരമായി തന്നെ തുടർന്നു. നദീമിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയതുമില്ല. നദീമിന്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ അവന്റെ ഓഫീസ് പരിസരത്ത് അവനെത്തിയതായി കാണുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ അവനെന്ത് പറ്റി? അർജുനും ഗോപിനാഥും എപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരുന്നു, കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും. പെരുന്നാളിന്റെ തലേന്ന് ഇരുട്ടു പരന്ന ശേഷമാണ് അബ്ബ അർജുന്റെ ഓഫീസിലേക്ക് ഓടിക്കയറി വന്നത്. ഒരു കാര്യം പറയാനുണ്ട്. അർജുൻ അയാളെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അബ്ബ ചുറ്റുപാടും നോക്കി കീശയിൽ നിന്ന് ഒരു പൊതിയെടുത്തു. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. വണ്ടി കഴുകുമ്പോൾ താഴെ വിരിച്ച ഷീറ്റ് മാറ്റുന്നതിനിടയിൽ കണ്ടതാണ്. ഒരു മെമ്മറി കാർഡ്. അർജുൻ അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. അവരുടെ ഉള്ളും പുറവും വിറച്ചു. 3 വീഡിയോ ഫയലും 4 ഫോട്ടോകളും ഉണ്ടായിരുന്നു അതിൽ. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. അത് വലുതായി വന്നു. ചോരയിൽ കുതിർന്നു കിടക്കുന്ന 2 ശരീരങ്ങൾ. അവസാനത്തെ ശ്വാസം. 3 പിടച്ചിൽ പോലെ 3 ചിത്രങ്ങൾ. 4ാമത്തെ ചിത്രം വ്യക്തതക്കുറവുണ്ടായിരുന്നു. സൂം ചെയ്ത് നോക്കുമ്പോൾ വിവസ്ത്രയായി ജീവനറ്റ് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മേൽ എണ്ണയൊഴിച്ച് കത്തിക്കാൻ നിൽക്കുന്ന 2 ആണുങ്ങൾ. ഒരു വെളുത്ത യുവാവ് അതിനടുത്ത് നൃത്തം ചെയ്യുന്നത് പോലെ ഒരു മങ്ങിയ തോന്നൽ. അർജുന് നോക്കി നിൽക്കാനായില്ല. അബ്ബയുടെ കണ്ണുകൾ നിറഞ്ഞു. വിറക്കുന്ന കൈകളോടെ അർജുൻ വീഡിയോ ഫയലുകൾ ക്ലിക്ക് ചെയ്തു. അപ്പോഴേക്കും ഗോപിനാഥും എത്തി. ആദ്യത്തെ 2 ഫയലുകളും ഇരുട്ട് പടർന്നിരുന്നു. ഒന്നും വ്യക്തമല്ല. 3ാമത്തെ വീഡിയോ ക്ലിപ്പിൽ നടന്നു പോകുന്ന 2 കാലുകളാണ് ആദ്യം കണ്ടത്. അത് പ്രയാഗിന്റെ കാലുകളാണെന്ന് അവർക്ക് മനസ്സിലായി. പോലീസ് ചെക്ക് പോസ്റ്റാണ് പിന്നെ കണ്ടത്. അർജുൻ വീഡിയോ ഒന്നുകൂടെ സൂം ചെയ്തു. 2 പോലീസുകാർ നദീമിനെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ഒരു ജീപ്പിൽ കയറ്റുന്നു. വണ്ടിക്ക് പിന്നിൽ ആയുധധാരികളായ കുറച്ച് ചെറുപ്പക്കാരുടെ നിഴലുകൾ. അർജുന് ശ്വാസം മുട്ടി. ഗോപിനാഥിനും. അബ്ബ ഒച്ചയില്ലാതെ കരഞ്ഞു. അപ്പോൾ അർജുന്റെ ഫോണിലേക്ക് ഹർഷിതയുടെ കോൾ വന്നു. ഭൂമി കുലുങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. അവൻ ഫോൺ ചെവിയോട് ചേർത്തു. ഇല്ല, ഒരു വിവരവുമില്ല. ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തേലും വിവരം കിട്ടിയാൽ അങ്ങോട്ട് വിളിക്കാം. ഒറ്റ ശ്വാസത്തിൽ അർജുൻ ഫോൺ കട്ടാക്കി. അങ്ങനെ പറയാനാണ് അപ്പോൾ തോന്നിയത്. അപ്പോൾ ഈദിന്റെ ആഹ്ലാദം പോലെ ആകാശത്ത് നിറഞ്ഞ തെക്കുബീർ ധ്വനികളിൽ അരക്ഷിതമായൊരു കാറ്റ് കുടുങ്ങിക്കിടന്നു.